ഒരു വീട്ടിലെ 4 ആൺകുട്ടികൾ മരണമടഞ്ഞ സംഭവം നമ്മുടെ എല്ലാവരെയും പ്രവാസ ലോകത്തും നാട്ടിലുമൊക്കെ പിടിച്ചു കുലുക്കിക്കളഞ്ഞ, നമ്മുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ ഒരു സംഭവം. അതേ തുടർന്ന് ആ മാതാപിതാക്കൾക്ക് എല്ലാവരും ഒപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആശ്വാസവാക്കുകളുമായിട്ട്, പ്രാർത്ഥനകളുമായിട്ട് ആളുകൾ ചെന്ന് കാണുന്നതും, അനുതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഒപ്പം ഇരിക്കുന്നതും, നിശബ്ദമായ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതുമായ ചടങ്ങുകൾ പലയിടങ്ങളിലും നടക്കുകയാണ്. കൂട്ടത്തിൽ അറിഞ്ഞു വരുന്ന കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ ഏതൊരാൾക്കും സഹിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ കുടുംബം. മാത്രമല്ല, കുടുംബത്തോടൊപ്പം എല്ലാവരുമുണ്ട്. അന്നത്തെ ദിവസം രാവിലെ ഹത്തയിൽ പോയി ഒരു ക്യാമ്പിംഗ് എന്നതാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഹത്തയിൽ പോവുകയും ചെയ്തത്രേ, ദുബായിൽ നിന്ന്. എന്നിട്ട് അവിടെ വെച്ച് കുട്ടികൾ പറഞ്ഞു, നമുക്ക് ലിവ ഫെസ്റ്റിവൽ കാണാൻ പോകാം, അത് കഴിയാറായല്ലോ. അങ്ങനെ കുട്ടികളെ വിഷമിപ്പിക്കേണ്ട, അവർക്ക് സന്തോഷമാകട്ടെ, അവർക്ക് വേണ്ടിയാണല്ലോ എല്ലാം എന്ന് കരുതിയിട്ട് നേരെ ലിവയിലേക്ക് പോവുകയും ലിവ ഫെസ്റ്റിവൽ കഴിഞ്ഞ് തിരികെ ദുബായിലേക്ക്, അതും കുട്ടികൾ കാരണം വൈകണ്ട, ഇനിയിപ്പോൾ നേരത്തെ തന്നെ വീട്ടിൽ പോയി ദുബായിൽ പോയി ഉറങ്ങണം, എന്നിട്ട് സ്കൂൾ പിറ്റേന്ന് തുറക്കുകയാണ്. ഇതെല്ലാം മനസ്സിൽ കരുതിയിട്ടാണ് ആ കുടുംബം ആ പാതിരാത്രി തന്നെ ദുബായിലേക്ക് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചത്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ആ കുടുംബത്തോടുള്ള അനുശോചനം, അതിൻ്റെ പ്രവാഹം, ഓരോ വീട്ടിലും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി എന്ന അർത്ഥത്തിൽ തന്നെയാണ് മലയാളികളും അറിഞ്ഞു കേൾക്കുന്ന മറ്റുള്ളവരുമൊക്കെ, അതുപോലെ ഭരണകർത്താക്കളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും സപ്പോർട്ട് ചെയ്യാവുന്ന പരമാവധി രൂപത്തിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തും ആശ്വസിപ്പിച്ചും അനുശോചനം അറിയിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ന് വെളുപ്പാങ്കാലത്ത് റാസൽഹൈമ ജബൽ ജയ്സിൽ രേഖപ്പെടുത്തിയ താപനില 5.1. ഇന്നത്തെ ഈ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില ഈ ഡിഗ്രിയാണ്. അപ്പോൾ നാളെ ചാറ്റൽ മഴ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകാമെന്നും ദുബായിലെ താപനില 16 ഡിഗ്രി സെൽഷ്യസ് എന്നതുവരെയായി കുറയാമെന്നും റിപ്പോർട്ടുകൾ NCMൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണ്. രാജ്യം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എത്തിഹാദ് റെയിൽ ദായെങ്കിൽ തുടങ്ങാറായിപ്പോയി എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇന്നും എത്തിഹാദ് റെയിലിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്ന 4 സ്റ്റേഷനുകളല്ല, 7 പുതിയ സ്റ്റേഷൻ കൂടി ഉണ്ട് എന്നാണ്. നേരത്തെ പറഞ്ഞിരിക്കുന്നത് അബുദാബി, ദുബായ്, ഷാർജ, പിന്നെ ഫുജേറ, ഈ സ്റ്റോപ്പുകളല്ലാതെ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെലയിൽ ആദ്യത്തെ സ്റ്റോപ്പ്, അല്ലെങ്കിൽ സെലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെലയിൽ നിന്ന് ആദ്യത്തെ സ്റ്റോപ്പായി കണ്ടാൽ തന്നെ രണ്ടാമത്തത് അൽ ധന്ന, പിന്നെ മിർഫ, പിന്നെ ഇതാ മദീന സായിദ്, ഒപ്പം മെസൈറ എന്നീ സ്റ്റേഷനുകളും അബുദാബിയുടെ പ്രാന്തപ്രദേശത്ത് പുതുതായിട്ട് വന്നിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയൊരു സ്റ്റേഷൻ അൽഫയ, അത് കഴിഞ്ഞ് പിന്നെ ദുബായും ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റി ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് അൽ ദെയ്ദിൽ ഒരു സ്റ്റേഷൻ കൂടി തുറക്കുകയാണെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 11 സ്റ്റേഷനുകൾ പുതിയ ക്രമത്തിലായിട്ടുണ്ട്. ഒരു കമ്പാർട്ട്മെൻറ്റിൽ 16 ബിസിനസ് ക്ലാസ്സും 56 എക്കണോമിക് സീറ്റുകളുമാണുള്ളത്. എല്ലാറ്റിലും ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടാവും. വൈഫൈ ഫ്രീ ആയിരിക്കും. ഒരു ട്രെയിനിൽ 400 പേർക്ക് സഞ്ചരിക്കാൻ പറ്റും. മാത്രമല്ല 13 ട്രെയിനുകളിൽ 10 എണ്ണവും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഏത് സെക്കൻഡിൽ വേണോ എത്തിഹാദ് റെയിൽ ആരംഭിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ട് ആശ്വാസകരമായി ഇന്ന് പുറത്തു വരികയാണ്. ഏതാണ്ടൊരു 3-4 കൊല്ലം കൂടി കഴിയുമ്പോൾ പ്രതിവർഷം മില്യൺ കണക്കിന് 10-30 മില്യൺ ആളുകൾക്ക് ടിക്കറ്റുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സജ്ജീകരണമായി മാറുന്നു. അത് കഴിഞ്ഞ് സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വളരെ സജീവമായി ഇൻ്റർനാഷണൽ കമ്പനികളുടെ സഹായത്തോടുകൂടി ചെയ്യാൻ പോകുന്നു. ഇത്തരം അറിയിപ്പുകളൊക്കെ ഇന്ന് വന്നിരിക്കുകയാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവലേഴ്സ്, ലുലു, പാർത്ഥ സിഗ്നേച്ചർ, വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസി, അരീൻ ബേക്കേഴ്സ്, eLessons.net, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ഫിറ ഫുഡ്സ്, ധൻവന്തരി ആയുർവേദ, അലുസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ആയുർമന ആയുർവേദ, ഡോക്ടർ റസീന ആയുർവേദിക് ക്ലിനിക്, ഹെയിൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ് അബുദാബി.